ഇതിനകത്ത് റിയാസ് സലീമിന്റെ വരവ് നമ്മുടെ ലക്ഷ്മിക്ക് അനുകൂലമായി ബാധിക്കുകയും ആദിലയ്ക്കും നൂറയ്ക്കും പ്രതികൂലമായി മാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിയെ നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നല്ലതുപോലെ പൊരിക്കുന്നുണ്ടല്ലോ. അപ്പോഴെല്ലാവരും കരുതിയിരിക്കുന്നത് ലക്ഷ്മി പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന്. അത് മാത്രമല്ല, റിയാസ് സലീമിന്റെ വരവോടും കൂടി ലക്ഷ്മിയെ കുറെ പൊരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷെ ലക്ഷ്മി അവിടെ എതിർത്ത് നിന്നു. അതുകൊണ്ട് വീട്ടുകാർ കരുതി എന്തുവാന്നറിയാവോ, ലക്ഷ്മി പുറത്ത് ഫുൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ റിയാസ് സലീം വന്ന് ഒരു പ്രത്യേകമായ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റിയാസ് സലീം അവിടെ വന്നത്. പക്ഷെ ആ കമ്മ്യൂണിറ്റി എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? ഇപ്പൊ ലക്ഷ്മിയുടെ നിലപാട് പറഞ്ഞു. അതുപോലെ അതുപോലെ പുറത്തുള്ളവർക്ക് അവരുടേതായ നിലപാടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഈ റിയാസ് ഇങ്ങോട്ട് വന്നിട്ട് ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ലക്ഷ്മി ലൂസേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പൊതുവെ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ലൂസേഴ്സ് ആണെന്നാണ് റിയാസ് പറയുന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തവര്. ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് കൂടുതലുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ ലക്ഷ്മിയുടെ വോട്ടിംഗ് നിലവാരം എന്ന് പറയുന്നത്. ഷാനവാസിന് തൊട്ട് പിറകെ നിൽക്കുകയാണ് ലക്ഷ്മി. അതിലെ നൂറയ്ക്കും താഴെ നിന്നിരുന്ന ലക്ഷ്മി റിയാസിന്റെ വലവോട് കൂടി എന്തായി മാറുന്നു? രണ്ടാം സ്ഥാനത്തോട്ട് കയറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ നിലപാടിനെ അനുകൂലിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ആദിലെ നൂറയും അന്ന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് ലക്ഷ്മി അവരോട് പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞപ്പോൾ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നും പറഞ്ഞ് അവരുടെ ആ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ ലക്ഷ്മിയുടെ വോട്ടിംഗ് നില ഉയർച്ച വന്നിട്ടുള്ളതും. അതുപോലെ തന്നെയാണ് ആദിലയ്ക്കും നൂറയ്ക്കും അത് നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. 2-3 സ്ഥാനത്ത് നിന്ന് നൂറയും ആദിലയും ഇപ്പോൾ പോയിരിക്കുന്നത് 4ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കുമാണ്. അത് മാത്രമല്ല, റിയാസ് സലീമിന്റെ കൂടെ നിന്ന് ആദിലയുടെ പ്രവർത്തികള് ആദിലയും നൂറയും നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. ആദിലയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. പക്ഷെ നൂറയ്ക്ക് അത് കാരണം അതൊരു വിഷമമാകുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം കരുതുന്നത് ലക്ഷ്മി പുറത്ത് ഫുൾ നെഗറ്റീവ് ആണെന്നുള്ള ധാരണയാണ്. ലക്ഷ്മിക്കെതിരെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് അങ്ങനല്ല. പുറത്ത് ലക്ഷ്മിക്ക് നല്ല സപ്പോർട്ടാണുള്ളത്. ആദിലയ്ക്കും നൂറയ്ക്കും സപ്പോർട്ട് കുറഞ്ഞു വരികയാണ്. ആദില കൂടുതൽ അബദ്ധത്തിലോട്ട് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആദിലയുടെ സംസാര രീതിയും പ്രവൃത്തിയെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിട്ടില്ല. കാരണം അമ്മാതിരി നെഗറ്റീവിലോട്ടാണ് ആദില പൊയ്ക്കൊണ്ടിരിക്കുന്നത്.